ഗായ്സ് ഗുഡ് മോർണിംഗ്. ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ്. എൻ്റെ വീട്ടിലൊരു ദിവസം എങ്ങനെയാണെന്ന് കണ്ടാലോ. ഞാൻ വന്നതുകൊണ്ട് ചേച്ചിയും പിള്ളേരും എല്ലാവരും വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല. രാവിലെ എണീറ്റ് ഫ്രഷായി, പിന്നെ ചായയൊക്കെ കുടിച്ചു. ദോശയും സാമ്പാറും ചട്നിയായിരുന്നു. അങ്ങനെ രാവിലത്തെ ഫുഡൊക്കെ കഴിച്ച് ചേച്ചിയുടെ ഉണ്ണിയാണ് കേട്ടോ ഇപ്പോൾ വരുന്നത്. ഇത് ആമി പറയും. എൻ്റെ പെറ്റാണ്. ഞങ്ങളുടെ ഫസ്റ്റ് ബേബി ആയതുകൊണ്ട് ഭയങ്കര ഇതാണ്. പിന്നെ അമ്മയാണ് അവിടെ ചെന്ന മെയിൻ. അങ്ങനെ അമ്മ സുഖം കുളിപ്പിച്ചൊക്കെ തന്നു. കുളിച്ചതിൻ്റെ സന്തോഷമാണ് ആ മുഖത്ത് കണ്ടത്. അങ്ങനെ അവൾക്ക് ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകണം. അപ്പം ഇന്ന് അതിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ ഞങ്ങൾ ചേഞ്ച് ചെയ്ത് നല്ല സുന്ദരിക്കുട്ടിയായി. ഇത് ചേച്ചിയുടെ രണ്ടാമത്തെ ഉണ്ണിയാണ്, ആയു. ഇതാണ് അവർ രണ്ടുപേരും. ഒരു മൂന്നുപേരും കൂടിയ കച്ചറയ്ക്ക് കച്ചറ, സ്നേഹത്തിന് സ്നേഹം, അടിയോടടിയാണ്. അപ്പോൾ ചേച്ചി പോകാൻ റെഡി ആവുകയാണ്. ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് പോണേ. ഇപ്പോൾ പിള്ളേരെല്ലാവരും കൂടെ ഇപ്പോൾ ഭയങ്കര കളി മൂഡിലാണ്. എല്ലാവരും ഒരേ കളിയാണ്. അച്ഛൻ വന്നു. അച്ഛൻ എന്നിട്ട് ഫുഡൊക്കെ കൊടുക്കുകയാണ് എല്ലാവർക്കും. അച്ഛനാണ് ജസ്റ്റ് ഒന്ന് ഫുഡ് കൊടുക്കുന്നത്. പുറത്തിറങ്ങിയപ്പോൾ മീൻകുളത്തിൽ കുറേ പിള്ളേരുണ്ടായിട്ടുണ്ട്. മഴയൊക്കെ ആയത് കാരണം കുറേ വെള്ളം ഒലിച്ച് പോയിട്ടൊക്കെ ഉണ്ട്. എന്നാലും മീനൊക്കെ ഉണ്ടായിട്ടുണ്ട് കുറേ. പിന്നെ അമ്മച്ചിയും കുട്ടിയായി, നമ്മൾ പിന്നെ ഒഴിവായി. ഇതിൽ നമ്മളില്ല, അമ്മച്ചിയും കുട്ടി മെയിൻ. പിന്നെ എല്ലാവരും റെഡിയായി. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി പുറത്ത്. അച്ഛൻ്റെ വണ്ടിയിലാണ് പോണത്. മഴയുണ്ടായിരുന്നു. അച്ഛൻ കർട്ടനൊക്കെ ഇട്ട് അങ്ങനെ ഞങ്ങൾ പോയി. എല്ലാവരും ഉണ്ടായിരുന്നു. അമ്മ, ആയു, ചേച്ചി, ഞാൻ. നല്ല മഴ വരുന്നുണ്ടായിരുന്നു. അതിൻ്റെ മുമ്പ് വീട്ടിലെത്തും വേണം. അത്യാവശ്യം സാധനങ്ങൾ വാങ്ങാനും ഉണ്ട്. ആദ്യം ജ്വല്ലറിയിൽ പോയി, കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ പിരികങ്ങ് ത്രെഡ് ചെയ്തു വയസ്സ്. അത് ഞങ്ങൾ സാമിയയിൽ പോയി. ചേച്ചി ഡ്രസ്സ് എടുക്കാണ്ടായിരുന്നു ഉണ്ണിക്ക്. അങ്ങനെ ഒരു ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾ കടയിൽ പോയി, ഫാൻസി പോയി. കുറച്ച് ആമയ്ക്ക് ഡെക്കറേഷൻ പഠിക്കാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണ്ടായിരുന്നു. പിന്നെ ഞങ്ങളങ്ങനെ ഉച്ചയായി, 2:30-3 മണിയാവാൻ. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ അൽഫിൽ പോയി ഫുഡൊക്കെ കഴിച്ച്. അവിടെ ഒരേ കളിയായിരുന്നു. പിന്നെ ഞങ്ങളെ കൊണ്ടുവരാൻ വേണ്ടി അച്ഛൻ വന്നു. പിന്നെ വൈകുന്നേരമൊക്കെ അങ്ങനെ പോയി. പിന്നെ രാത്രി ആയപ്പോൾ ചപ്പാത്തി ആയിരുന്നു വീട്ടിൽ നിന്ന്. അപ്പോൾ അവൾ പാത്രത്തിൽ കൊടുത്തത്, അത് നിലത്തിട്ടിട്ട് ഫുഡ് അടിയായിരുന്നു. പിന്നെ രാത്രിയായ എല്ലാവരും വന്നു കഴിഞ്ഞാൽ, അച്ഛനൊക്കെ ജോലി കഴിഞ്ഞ് വന്നാൽ പിന്നെ ഞങ്ങൾ ഇരിക്കും. എപ്പോഴല്ലേ വരുന്നുള്ളൂ. അങ്ങനെ പാട്ടൊക്കെ വെച്ച് ഒരേ കളിയായിരുന്നു എല്ലാവരും. അച്ഛനും അമ്മയും ചേച്ചിയും വായും എല്ലാവരും ഉണ്ടായിരുന്നു. അവൾക്ക് വെച്ചാൽ പാട്ട് കേട്ടാൽ പിന്നെ ഫുൾ ഡാൻസാണ്. രണ്ടാളും അടി പിടിയാണ്. പക്ഷേ സ്നേഹത്തിന് സ്നേഹമുണ്ട് കേട്ടോ രണ്ടാളും. നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും മുഖൃതിയായിട്ടും രണ്ടാളും. പാട്ട് കേട്ടാൽ പിന്നെ രണ്ടാളും ഒരേ വൈബാണ്. അങ്ങനെ പാട്ടും കളിയൊക്കെ ആയി ഒരു നേരമായി കിടന്നുറങ്ങിയപ്പോൾ. പിന്നെ ഇത്രയേ ഉള്ളൂ. ബായ്.